ഗോപിക്ക് അസുഖം തുടങ്ങി, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അമ്മാമ്മ എപ്പോഴും പറയും, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ പിന്നെ തടസ്സം ഉണ്ടാവാൻ പാടില്ലെന്ന്. അതൊന്നും വിഷമിക്കണ്ട. നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയപ്പോൾ വന്ന ആദ്യത്തെ ഉത്തരവാദിത്വമല്ലേ. ആദ്യത്തേതെന്തും പ്രിയപ്പെട്ടതല്ലേ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. പോയിട്ട് വരൂ. ചെല്ലു. ഡോക്ടർ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അവൻ പുറത്തേക്കും. രക്ഷിച്ചാളാ, എനിക്കൊന്ന് കാണണം. ഒന്നും പറയാറായിട്ടില്ല. അദ്ദേഹം അവനെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുള്ളതാ. അവനായി പാതകം ചെയ്തത്. എന്നിട്ട് അവൻ എവിടെ പോയി? പാതകം ചെയ്തു വരെ എവിടെ പോവാനാ? പോലീസ് സ്റ്റേഷൻ. ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയാ മതി. വളരെ മോശമായ കണ്ടീഷനിലാണ്. ഇപ്പൊ തന്നെ റെസ്പിറേറ്റർ കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഒരടി അനക്കാൻ പറ്റില്ല. റെസ്പിറേറ്റർ മാറ്റിയാൽ മരണമാണ്. ലെറ്റ്സ് നോട്ട് ബി ഇമോഷണൽ, ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇപ്പോൾ തന്നെ രോഗി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. 48 മണിക്കൂർ കൂടുതലായി. ഇതിലപ്പുറം റെസ്പിറേറ്റർ മോണിറ്റർ ഉപയോഗിക്കുന്നത് വെറും വേസ്റ്റാണ്. ഹൃദ്രോഗം ബാധിച്ച രോഗികൾക്ക് മോണിറ്റർ ഇല്ലാത്ത കാരണം ചികിത്സ കിട്ടുന്നില്ല. അവരുടെ ആൾക്കാർ ബഹളം കൂട്ടുന്നു. ഒരു വ്യക്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഡോക്ടറോട് നമുക്ക് പോയി ചോദിക്കാം. ഒന്ന് അവിടെ ഇടാൻ പറഞ്ഞ്. ദൈവത്തിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കാണ് ഡോക്ടർ. അല്പം കൂടെ സമയം തരണം. അവൻ ചെയ്ത നന്മകളുടെ പേരിലാണല്ലോ ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന പാഴാവില്ല. എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്നാ ഫാദർ പറയുന്നത്? അരമണിക്കൂർ. ഇംപോസിബിൾ. ഒരു 10 മിനിറ്റ്.
ജോമോനെ ഞാൻ പണിഞ്ഞ കസേലിരുന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ പറന്നു പോയി. നമ്മുടെ മോനെയെങ്കിലും ആ സ്ഥാനത്തിരുന്ന് കാണാൻ അമ്മമ്മ അതുവരെ ജീവിച്ചിരിക്കില്ല. കർത്താവ് അതിന് ശക്തി തരട്ടെ.